നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ടയും ചാലക്കുടിയും. എന്തുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ഉറ്റുനോക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ശബരിമല തന്നെയാണ്. ശബരിമല വിഷയം പോലെ തന്നെ ചൂടേറിയതാണ് ഇവിടെ തിരഞ്ഞെടുപ്പും. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമായി മാറുകയാണ് പത്തനംതിട്ട. സിറ്റിംഗ് MP ആന്റോ ആന്റണിയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ആറന്മുള MLA വീണ ജോർജും തമ്മിലുള്ള മത്സരത്തിന്റെ ഗ്രാഫ് കുത്തനെ മാറിയതും ത്രികോണ മത്സരത്തിനായി K സുരേന്ദ്രൻ രംഗത്തിറങ്ങിയതോടെയാണ്. ഫലം പ്രവചനാതീതമായി മാറിയ സാഹചര്യത്തിൽ പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ 3 പേരിൽ ആരെന്നുള്ളതിൽ ശബരിമലയും പ്രളയവുമൊക്കെ വിഷയമാകുന്നു. ശബരിമല വിഷയത്തെപ്പറ്റി ആധികാരികമായി പന്തളം രാജകൊട്ടാരം പ്രസ്താവന ഇറക്കുകയും അതിന് തൊട്ടു മുൻപത്തെ ദിവസം വീണ ജോർജ് MLA രാജകൊട്ടാരത്തിലെത്തി അനുഗ്രഹം വാങ്ങുകയും ചെയ്തതോടെ ത്രികോണ മത്സര സാധ്യത 2 പേരിൽ ഒതുങ്ങുകയുമായിരുന്നു. വിജയത്തിന് വേണ്ടതെല്ലാം ചേർക്കാൻ പഴുതടച്ചുള്ള പ്രചാരണമാണ് ഇപ്പോൾ 2 മുന്നണികളും നടത്തുന്നത്. കിട്ടുന്ന ഓരോ വോട്ടും പെറുക്കി പെട്ടിയിലാക്കാനാണ് BJPയുടെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തനം. അതിന് സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. പ്രളയവും ശബരിമലയും കൊണ്ടാണ് BJP ഇടതിനെ നേരിടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ പത്തനംതിട്ടയിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ ആരിലേക്ക് എത്തും എന്നതിന്റെ അടിസ്ഥാനമാക്കിയാകും തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുക. വികസനവും പ്രളയത്തിൽ നിന്ന് കരകയറാൻ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങളും നിരത്തി തിരിച്ചടിക്കാൻ നോക്കുകയാണ് ഇടതുപക്ഷവും. ആന്റോക്കെതിരെ വികസന മുരടിപ്പ് ആരോപിക്കുന്നതിൽ BJPയും ഇടതുമുന്നണിയും പറയുന്നത് ഒരുപോലെ ജനം ശരിവയ്ക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം, പത്തനംതിട്ട, ചാലക്കുടി, വയനാട്. ശബരിമല വിഷയത്തിൽ പരുക്കേൽക്കാതിരിക്കാൻ ഇപ്പോൾ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശബരിമല മാത്രം പ്രചാരണ വിഷയമാക്കാനിരുന്ന BJP പന്തളം കൊട്ടാരം വീണ ജോർജിനെ സ്വീകരിച്ച് അനുഗ്രഹിച്ചതോടെ പ്രചരണ വിഷയത്തിൽ ഒരു വാക്കുപോലും ശബരിമലയെപ്പറ്റി പരാമർശിക്കാൻ കൂട്ടാക്കുന്നില്ല. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായ വളർച്ചയാണ് BJPക്ക് മണ്ഡലത്തിലുണ്ടായത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1,38,954 വോട്ടായിരുന്നു BJPയുടെ MT രമേശ് നേടിയതെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ സീറ്റുകളിലെല്ലാം കൂടി 1,92,000 NDA വോട്ട് നേടി. വലിയ തരംഗമോ സാധ്യതകളോ ഇല്ലാതെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ഈ വോട്ട് BJPയുടെ സംഘടനാ സംവിധാനത്തിൽ ലഭിച്ച പാർട്ടി വോട്ടുകളാണെന്നാണ് വിലയിരുത്തൽ. SR മെഡിക്കൽ കോളേജ് വിഷയം BJPയിൽ പ്രശ്നമായില്ലായിരുന്നെങ്കിൽ ഉറപ്പായും പത്തനംതിട്ടയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചേനെ. ശബരിമല മുൻനിർത്തി K സുരേന്ദ്രൻ മത്സരിക്കാനെത്തുന്ന ഈ തിരഞ്ഞെടുപ്പ് എല്ലാ കണക്കുകൂട്ടലുകളും മറികടന്ന് NDAയെ വിജയത്തിലെത്തിക്കുമെന്ന് നേതൃത്വം കരുതുന്നു. NDAയുടെ ഈ കണക്കുകൂട്ടലുകളിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് വോട്ടുകളിലാകും NDA വിള്ളലുണ്ടാക്കുകയെന്ന് CPM ഉറപ്പായും പ്രതീക്ഷിക്കുന്നു. അതേസമയം NDAയുടെ ഈ വോട്ട് നിലയാണ് കോൺഗ്രസിനെ മത്സരരംഗത്ത് നിന്നും അപ്രതീക്ഷിതമാക്കിയത്. CPMന്റെ പരമ്പരാഗത വോട്ടുകളിലും NDAയുടെ കടന്നുകയറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ PC ജോർജിന്റെ വരവോടെ താറുമാറായിരിക്കുന്നു. NDAയിലേക്ക് വന്ന PC ജോർജിന്റെ ജനപക്ഷ മുന്നണിയിൽ നിന്ന് ഭൂരിഭാഗം പേരും CPMലേക്ക് പോയത് പത്തനംതിട്ടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന് സാധ്യത തുറന്നുകൊടുക്കുകയാണ്. പത്തനംതിട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടേറുന്നതും ഈ കാരണത്താൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.